തൃശൂരിലെ പീച്ചി ഡാമിൽ കാണാതായ യുവാവിനുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചു. റിസർവോയറിൽ കുളിക്കുന്നതിനിടെയാണ് ഇന്നലെ താനൂർ സ്വദേശി മുഹമ്മദ് യഹിയെ കാണാതായത്. സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. സൂരജ് സജി മറ്റു വിശദാംശങ്ങൾ നൽകും. സൂരജ് പറയൂ. ഗുഡ് മോർണിംഗ്. എസ് കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് പീച്ചി ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതാകുന്നത്. മലപ്പുറം താനൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യഹിയ അത് വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ പീച്ചിയിൽ ഇവർ കുളിക്കാനെത്തുന്നത്. ആ സമയത്ത് യഹിയും അതുപോലെ ഒരു സുഹൃത്തും ചേർന്ന് ട്യൂബ് ഉപയോഗിച്ച് നീന്തി വരുന്നതിനിടയിൽ യഹിയ മുങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി ഈ പീച്ചി ഡാമിൽ കനത്ത മഴയും അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യം കൂടി വന്നതോടുകൂടി ഈ തെരച്ചിൽ ഇന്നലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് ചാലക്കുടി, തൃശ്ശൂർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഈ സ്കൂബ ടീം അടക്കം എത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ അത് മേഖലയിൽ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് വരുന്ന വിവരം, മന്ത്രി കെ രാജൻ ഇടപെട്ടുകൊണ്ട് NDRFന്റെ സഹായം തിരച്ചിലിന് വേണ്ടി അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ NDRF സംഘവും മേഖലയിലെത്തി തിരച്ചിൽ നടത്തും. എസ് കെ. ഓക്കെ, താങ്ക് യു സൂരജ് സജി.